വ്യാപകമായ മഞ്ഞപ്പിത്ത ബാധയ്ക്കും ഡെങ്കിപ്പനിക്കും പിന്നാലെ കളമശ്ശേരിയിൽ മസ്തിഷ്ക ജ്വരവും ബാധിച്ചതോടെ ജനങ്ങൾ ആശങ്കയിൽ. കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കാണ് മസ്തിഷ്ക ജ്വരബാധ കണ്ടെത്തിയത്. മസ്തിഷ്ക ജ്വരത്തെ കരുതലോടെ സമീപിക്കണമെങ്കിലും എൻട്രോവൈറസിനെ ഭയക്കേണ്ടതില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കളമശ്ശേരിയിലെ സ്വകാര്യ ഐടിഐയിലും ഇതിനോട് ചേർന്നുള്ള വിവിധ ഭാഗങ്ങളിലും മഞ്ഞപ്പിത്ത ബാധ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് ആശങ്കയേറ്റി മസ്തിഷ്ക ജ്വരബാധ ഉണ്ടായിരിക്കുന്നത്. രോഗബാധയെ തുടർന്ന് 4 വിദ്യാർത്ഥികളാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. മസ്തിഷ്ക ജ്വരം 2 തരത്തിലാണുള്ളത്. തലച്ചോറിന്റെ ആവരണത്തിന് ചുറ്റുമുണ്ടാകുന്ന മെനിഞ്ചൈറ്റീസും തലച്ചോറിനുള്ളിൽ അണുബാധയുണ്ടാക്കുന്ന എൻസെഫലൈറ്റീസുമാണിവ. ഇതിൽ എൻസെഫലൈറ്റീസ് ഗുരുതരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു. കളമശ്ശേരിയിലേത് എൻട്രോവൈറസ് ബാധയെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എൻട്രോവൈറസ് ബാധയുള്ളവർക്കെല്ലാം ഗുരുതര മസ്തിഷ്ക ജ്വരം ഉണ്ടാവില്ല. 100-ൽ 90 പേരിലും നിസാര പ്രശ്നങ്ങളും 10 പേർക്ക് ജലദോഷമോ ദഹനപ്രശ്നങ്ങളോ ചർമ്മത്തിൽ ചെറിയ കുമിളുകളോ മാത്രമാകും ഉണ്ടാവുക. 1% താഴെ ആളുകളിൽ മാത്രമേ തലച്ചോറിന്റെ ആവരണത്തെ ബാധിക്കൂ. പനി, തലവേദന, ഛർദി, വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് എന്നിവയാണ് ലക്ഷണങ്ങൾ. ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പനിബാധിതരുടെ എണ്ണവും കുതിച്ചുവരികയാണ്. മാർച്ച് 4 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലായി 2000-ലധികം പേരാണ് വൈറൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. ഇതിൽ 100ഓളം പേർ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ചികിത്സ തേടിയവരിൽ 14 പേർക്ക് ഡെങ്കിപ്പനിയും 4 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.